Guys, welcome back to my YouTube channel. ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ മയണൈസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ ടാർട്ടർ സോസും കോക്ടെയിൽ സോസും ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ പലരും മയണൈസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഇടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അത് പ്രകാരം ഞാൻ ഇന്നൊരു മയണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കുറിച്ച് ഇടുവാണ്. അപ്പോൾ ഈ മയണൈസ് ഒരു ചെറിയൊരു പ്രോസസ്സാണ്. എഗ് യോക്ക് വെച്ചുള്ളൊരു ബേസ്, എഗ് യോക്ക് ഓയിൽ വിനീഗർ വെച്ചുള്ളൊരു ഇമൽസിഫൈ ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ കുറേ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് ടാർട്ടർ സോസ്, തൗസൻഡ് ഐലൻഡ് ഡ്രസ്സിങ്, കോക്ടെയിൽ സോസ്, ബ്ലൂ ചീസ് ഡ്രസ്സിങ്, അയോളീസ്, ഇതെല്ലാം ഈ മയോണൈസ് ബേസ് സോസ്. ഇതിന് ഡെറിവേറ്റീവ്സ് ആണ് ഇതെല്ലാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് മയോണൈസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് കാണാം. ഓൾറൈറ്റ്, കം ഓൺ. ഓക്കെ, മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്നത് എഗ്ഗാണ്. നമ്മൾ എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എഗ് യോക്കും എഗ് വൈറ്റും. നമുക്ക് തൽക്കാലം എഗ് വൈറ്റ് ആവശ്യമില്ല. പിന്നെ വേണ്ടുന്നത് സോൾട്ട്, പെപ്പർ, വിനീഗർ, ഷുഗർ ആൻഡ് റിഫൈൻഡ് ഓയിൽ. ഞാനിത് 2 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. 2 എഗ്ഗിൻ്റെ യോക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലോട്ട് നമുക്ക് സോൾട്ട്, കുറച്ച് പെപ്പർ, കുറച്ച് ഷുഗർ, കുറച്ച് വിനീഗർ ഇട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇത് നമുക്ക് ഇമൾസിഫിക്കേഷൻ പ്രോസസ്സാണ്. ഇതൊന്ന് നന്നായിട്ടൊരു സ്മൂത്ത് പേസ്റ്റ് ആവുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇന്നത് ഏതും ഓയിലും എഗ് യോക്കും കൂടെ ഒന്നിച്ച് ഇമൾസിഫൈ ചെയ്യുമ്പോഴാണ് ഈ മയണൈസ് ഉണ്ടാകുന്നത്. കുറച്ച് ചിലർക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ മയണൈസ് ഏകദേശം റെഡിയാകാറായി. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ ആ ഷുഗർ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ഇതിൽ തന്നെ ഓയിൽ ഡ്രോപ്പ് ബൈ ആയിട്ട് ഒഴുകിക്കോളും. ഫിനിഷിംഗ് ആണ്. വളരെ ശ്രദ്ധയോടുകൂടി ഒഴിക്കണം. ഒരു ഓയിൽ ഒത്തിരി ആകാൻ പാടില്ല, എങ്കിൽ അത് കേടിലാകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മളെടുത്ത് ഈ 250 ml ഓയിൽ ഇതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ 2 എഗ് യോക്കാണ് എടുത്തത്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ. ഓക്കെ, നമുക്കിനി ഇതിനെ ഒരു ബൗളിലേക്ക് പകർത്താം. ഐ എം ട്രാൻസ്ഫറിംഗ് ദ മയോണൈസ് ടു എ ഡിഫറെൻറ്റ് ബൗൾ. സീ, ദ മയോണൈസ് ഈസ് റെഡി. നമ്മുടെ മയോണൈസ് സോസ് തയ്യാറായി കഴിഞ്ഞു. നോക്കൂ, ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ. ഇനി കുറച്ചുകൂടെ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി തിക്കാവും. പക്ഷെ തൽക്കാലം ഈ സ്പ്രെഡ്സിലെല്ലാം ഇതാണ് നല്ലത്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ എൻജോയ് ചെയ്ത് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. ഗുഡ് ബൈ. താങ്ക് യു വെരി മച്ച്.